കലിപ്പൻ സെക്കൻഡ് താന്തോന്നി പെണ്ണ്. രചന അഞ്ജന ഗോപാൽ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഒരു നിമിഷം ആദി അവളെ വലിച്ച് തന്നോടടുപ്പിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ശിവയൊന്ന് ഞെട്ടിപ്പോയി. തന്നോട് ചേർന്ന് നിൽക്കുമ്പോഴുള്ള അവളുടെ കണ്ണുകളിലെ പിടച്ചിലും അധരങ്ങൾ വിറകൊള്ളുന്നുമൊക്കെ അവൻ നന്നായി ആസ്വദിച്ച് നോക്കി നിന്നു. ആദിയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ നിമിഷത്തിലും ശിവയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന അവസ്ഥയിലായി. ആദി അവളുടെ നെറ്റിയിൽ സ്നേഹമുദ്രണം ചാർത്തി. ആദി ചുംബനം. ശിവയൊന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ആ ചുംബനം സ്വീകരിച്ചു. അവളുടെ മുഖമുയർത്തി. ശിവ, സോറി. അത് കേട്ടതും ശിവ അവനെ നോക്കി കണ്ണുരുട്ടി. ശേഷം അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നു. അത് കണ്ടപ്പോൾ ആദിക്ക് ഒരുപാട് സന്തോഷമായി. ശിവ. തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കണ്ണടച്ച് നിൽക്കുകയായിരുന്ന ശിവയെ നോക്കി ആദി വിളിച്ചു. താഴോട്ട് പോകണ്ടേ? ശിവ വേഗം തന്നെ അവനിൽ നിന്ന് മാറി നിന്നു. പക്ഷേ അതിനു മുന്നേ ഒരു നിമിഷം കണ്ണടക്ക്. ശിവ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കണ്ണുപൊത്തി തരാം, താനൊന്ന് തിരിഞ്ഞു നിൽക്ക്. ശിവ വേഗം തന്നെ തിരിഞ്ഞു നിന്നു. ആദി അവളുടെ കണ്ണുപൊത്തി താഴേക്ക് നടന്നു. ആദി ശിവയെയും കൊണ്ട് കുറച്ചു ദൂരം നടന്നു. ഇതെന്താ ആദ്യേട്ടാ, നമ്മൾ താഴെ എത്തിയില്ലേ? പിന്നെ എങ്ങോട്ടാ എന്നെ കൊണ്ടുവന്നേ? കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും പൊണ്ടാട്ടി, ഇങ്ങനെ ധൃതി കാട്ടാതെ. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ അവർ 2 സ്റ്റെപ്പ് കയറി. ഇതാ, ഇനി എൻ്റെ ഭാര്യ കണ്ണു തുറക്കാം. അതും പറഞ്ഞുകൊണ്ട് ആദ്യം അവൻ്റെ കൈമാറ്റി. കണ്ണു തുറന്നു നോക്കിയതും മുന്നിൽ കണ്ട കാഴ്ച കണ്ട് ശിവയുടെ കണ്ണു നിറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ശിവ. മുന്നിൽ രവി, ശ്യാമ, ദേവകി, ദാസ്, സിദ്ധു, ശോഭ, പ്രഭാകരൻ, രവിയുടെ സഹോദരന്മാർ, അവരുടെ ഭാര്യമാർ, കുട്ടികൾ, അങ്ങനെ എല്ലാവരും ശിവയുടെ പണ്ടത്തെ വീട്ടിലാണുള്ളത്. ആദിയുടെ വീട്ടിൽ നിന്ന് 1 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ശിവ ഓടിപ്പോയി രവിയെയും ശ്യാമയെയും കെട്ടിപ്പിടിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും രാജകുമാരിക്ക് 1000 ജന്മദിനാശംസകൾ. ഒരുപാട് കാലം ആദിമോനൊത്ത് സന്തോഷത്തോടെ കഴിയാൻ എൻ്റെ മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. രവി അവളുടെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. അമ്മയുടെ കുറുമ്പിക്ക് അമ്മയുടെ വകയും ഒരുപാട് പിറന്നാൾ ആശംസകൾ. ശ്യാമയും പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ആശംസകൾ അർപ്പിക്കുന്നതിൻ്റെ ഒരു ബഹളം തന്നെയായിരുന്നു. എൻ്റെ പെങ്ങളൂട്ടിക്ക് ഏട്ടൻ്റെ വകയും പിറന്നാൾ ആശംസകൾ. സിദ്ധു അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. എല്ലാവരും വിഷ് ചെയ്തിട്ടും ആദ്യമൊന്നും പറയാത്തിൽ അവൾക്ക് തെല്ലൊരു പരിഭവം തോന്നി. ഇനിയും ലേറ്റ് ആക്കണ്ട, ഓൾ വന്ന് ഈ കേക്ക് കട്ട് ചെയ്തേ, പ്രഭാകരൻ പറഞ്ഞു. ശിവ വേഗം ചെന്ന് കേക്ക് കട്ട് ചെയ്തു. ആദ്യ പീസ് ആർക്ക് കൊടുക്കണമെന്ന കൺഫ്യൂഷനിലായിരുന്ന ശിവയെ നോക്കി രവി പറഞ്ഞു. മോളെ, ആദിമോന് കൊടുക്കുക. രവി പറഞ്ഞു കേട്ടതും ശിവ കേക്കുമായി ആദിയുടെ അടുത്തേക്ക് ചെന്നു. ആദി പക്ഷെ വാ തുറന്നില്ല. അച്ഛനും കൊണ്ടുപോയി കൊടുക്ക്, അവൻ രവിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് പറഞ്ഞു. അത് കേട്ടതും രവിക്കും ശ്യാമക്കും ഒത്തിരി സന്തോഷമായി. ശിവ ആദ്യ പീസ് രവിയുടെ വായിൽ വെച്ച് കൊടുത്തു. രവിയും ഒരു പീസ് തിരികെ വെച്ച് കൊടുത്തു. ശേഷം ശിവ എല്ലാവർക്കുമായി ഓരോ പീസ് കൊടുത്തു. ശിവ മാക്സിമം ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും സിദ്ധുവും കുട്ടികളും ചേർന്ന് ബാക്കി വന്ന കേക്ക് അവളുടെ മുഖത്തേക്ക് ഉരച്ചു കൊടുത്തു. ആദ്യം അവളുടെ പ്രവൃത്തി ഒരു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം കണ്ടതുകൊണ്ട് ശിവ അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു. പറ, അച്ഛൻ്റെ അമ്മൂസ് എക്സാമൊക്കെ നല്ലപോലെ എഴുതിയോ? തൻ്റെ നെഞ്ചിൽ ചാഞ്ഞിരിക്കുന്ന ശിവയുടെ മുന്നിൽ തഴുകി രവി ചോദിച്ചു. നന്നായി തന്നെ എഴുതിയച്ചേ. നന്നായി എഴുതിയില്ലേ അച്ഛൻ്റെ മരുമോൻ എന്നെ പീസാക്കും. രാത്രി മൊത്തം ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് കൂട്ടിരിക്കും. ഉറക്കം വന്നാൽ നല്ല കോഫി ഉണ്ടാക്കി തരും. പാവം, എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ നന്നായി എഴുതണ്ടേ? ശിവയുടെ വാക്കുകളിൽ ആദ്യയോടുള്ള സ്നേഹം മാത്രം നിറഞ്ഞു. രവിയും ശ്യാമയും ശിവ പറഞ്ഞ വാക്കുകൾ സന്തോഷത്തോടെ കേട്ടിരുന്നു. ശരിക്കും എൻ്റെ മോളുടെ ഭാഗ്യമാണ് ആദിമോൻ. നിന്റെ സന്തോഷം മാത്രം അവൻ ആഗ്രഹിക്കുന്നു. നിനക്ക് വേണ്ടി എന്തും ചെയ്യവൻ, ഏതറ്റം വരെയും പോകും. അതുകൊണ്ടാണല്ലോ അത്രയും കഷ്ടപ്പെട്ട് നിന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് തന്നെ ട്രാൻസ്ഫർ വാങ്ങിച്ചു തന്നു. ശ്യാമ പറയുന്ന കേട്ടതും ശിവൻ ഞെട്ടി എഴുന്നേറ്റു. എന്താ അമ്മ ഇപ്പൊ പറഞ്ഞേ? അച്ഛനിവിടേക്ക് ട്രാൻസ്ഫർ കിട്ടിയെന്നോ? ശിവ വിശ്വാസം വരാതെ ചോദിച്ചു. അതേടാ, ഇനി മുതൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും, ഞങ്ങളുടെ മോളുടെ തൊട്ടരികെ. ആദ്യം നല്ലോണം അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ച മുന്നെയാണ് കാര്യങ്ങളെല്ലാം റെഡിയായത്. മോൾക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ എല്ലാം മറച്ചു വെച്ചത്, രവി പറഞ്ഞു. ഞാനിന്ന് ആദ്യമായിട്ട് കണ്ടിട്ട് വരാം. രവി പറഞ്ഞു കേട്ടതും ശിവ അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. ഗാർഡനിൽ നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു ആദി. ശിവ പെട്ടെന്ന് തന്നെ ഓടി വന്ന് അവനെ പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ചു. ആദ്യം ഒന്ന് പകച്ചെങ്കിലും ശിവ എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വരവാണെന്ന് ആദിക്ക് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. എൻ്റെ പിറന്നാളിന് ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് തന്നതിന് എന്താ ശരിക്കും പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അത്രയും സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. ശിവ പറഞ്ഞു കേട്ടതും ആദി തിരിഞ്ഞെന്ന് അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു.
എന്നിട്ട് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇഷ്ടപ്പെടാതെ? എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായ സമ്മാനമാണിത്. ശിവ പറഞ്ഞു. എൻ്റെ ഭാര്യയ്ക്ക് അവളുടെ അച്ഛനോടും അമ്മയോടുള്ള സ്നേഹം എത്രയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എത്രയൊക്കെ സന്തോഷത്തോടെ നിന്നാലും മിക്ക രാത്രികളിലും അവരെ ഓർത്ത് സങ്കടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആദ്യം തന്നെ സങ്കടങ്ങൾ മാറ്റാമെന്ന് വിചാരിച്ചു. ഈ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയാ ഇന്നലെ മുതൽ ഞാൻ തൻ്റെ ബർത്ത്ഡേയുടെ കാര്യം പറയാൻ നടന്ന്. ആദ്യം പറഞ്ഞു നിർത്തി. സത്യം പറഞ്ഞ ഇന്നലെ ഞാൻ വളരെയധികം സങ്കടത്തോടെയാ ഉറങ്ങിയത്. പക്ഷെ ഇന്ന് ഏറ്റവും അധികം സന്തോഷത്തിലായിരിക്കും ഞാൻ ഉറങ്ങാൻ പോകുന്നത്. എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കുന്ന ഒരു പാതി തന്നതിന് ഈ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ആരാധനാമൂർത്തികളോട് കടപ്പെട്ടിരിക്കും. അതെ, ഭാര്യയുടെയും ഭർത്താവിനെ കുറുകിൽ കഴിഞ്ഞിരുന്നെങ്കിൽ അടിയന് അങ്ങോട്ടേക്കൊന്ന് വരാമായിരുന്നു. സിദ്ധുവിന്റെ ശബ്ദം കേട്ടതും ശിവ പെട്ടെന്ന് തന്നെ ആദിയിൽ നിന്ന് അകന്നു നിന്നു. ഓഹ്, കൃത്യസമയത്തിന് എത്തിക്കോളും പാഷാണത്തിൽ കൃമി. ആദി പിറുവിരുത്തു. നീ ഇപ്പൊ എന്താ പറഞ്ഞു? ഞാൻ പാഷാണത്തിൽ കൃമിയാണെന്നോ? ദേ കണ്ട മോളെ, നിന്റെ ഈ കോന്ന ഭർത്താവ് എന്നെ വിളിച്ചത് ഞാൻ പാഷാണത്തിൽ കൃമിയാണെന്ന്. സിദ്ധു ശിവയെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു. എന്താ ആദ്യമായിട്ട് ഇത്? സിദ്ധുവേട്ടൻ അങ്ങനെയൊന്നും പറയരുത്. ഒന്നുമില്ലേലും എന്റെ ഏട്ടനല്ലേ പാഷാണത്തിൽ കൃമി എന്നൊക്കെ പറയുന്നത്. ശിവ പറഞ്ഞു കേട്ടതും സിദ്ധു ഗമയോടെ ആദിയെ നോക്കി. വല്ല കഞ്ഞിയിലെ പാറ്റ എന്നൊക്കെ പറഞ്ഞ പിന്നെയും മോളെ യു ടു. ശിവ പറയുന്ന കേട്ടതും സിദ്ധുവിന്റെ രോദനം. ആദി പൊട്ടിച്ചിരിച്ചുകൊണ്ട് സിദ്ധുവിനെ നോക്കി കൊഞ്ഞനും കുത്തി. ഓഹ്, ഒരു ഭാര്യയും ഭർത്താവും വന്നിരിക്കുന്നു. ശങ്കരനൊത്ത ചക്കി തന്നെ. യു ആർ മിസ്റ്റേക്കൺ മിസ്റ്റർ സിദ്ധാർത്ഥ്. ആദ്യം വേണ്ടത് ചക്കിയാണ്, പിന്നെയാണ് ശങ്കരൻ. ആദി പറഞ്ഞു. ഓ, എന്തായാലും എന്താ, നിങ്ങൾ കാര്യം മനസ്സിലായില്ലേ? എനിക്ക് അത് മതി. പിന്നെ ഒരു 1.5 വർഷം കൂടി കഴിഞ്ഞാൽ എനിക്കുണ്ടാവും ഈ പറയുന്ന ഭാര്യയൊക്കെ. നിന്റെ സ്വഭാവം അറിഞ്ഞിട്ട് ആരും ഇട്ടിട്ട് പോയില്ലെങ്കിലല്ലേ? നമുക്ക് നോക്കാം. ആദി കയറി ഗോളടിച്ചു. സിദ്ധുവിന്റെ ഭാവം കണ്ടതും ശിവയെ ആദ്യം പൊട്ടിച്ചിരിച്ചു. അതുകൂടി കണ്ടതോടെ സിദ്ധു മുഖം വീർപ്പിച്ച് നിന്നു. ശിവ ആദിയെ നോക്കി. ആദി തിരിച്ചു. അയ്യേ, അപ്പോഴേക്കും എന്റെ ഏട്ടനോട് പിണങ്ങിയോ? ഞങ്ങള് വെറുതെ പറഞ്ഞല്ലേ. ദേ ആദ്യേട്ടാ, ഇനി എന്റെ ഏട്ടനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ശിവ ആദ്യം നോക്കി പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ ഇല്ലില്ല, ആങ്ങളെയും പെങ്ങളെയും എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ അടിയറവ് പറഞ്ഞു. അത് കേട്ടതും സിദ്ധു പുഞ്ചിരിയോടെ ശിവയുടെ മുടിയിൽ തലോടി. ഉച്ചയ്ക്ക് നല്ല ഒന്നാന്തര സദ്യയാണ് അമ്മമാരും അച്ഛന്മാരും ചേർന്ന് ഉണ്ടാക്കിയത്. എല്ലാവരും ശിവക്കോരൂരുള്ള ചോറ് നൽകി. തികഞ്ഞ സന്തോഷത്തോടെ അവളതെല്ലാം സ്വീകരിച്ചു. ഭക്ഷണശേഷം എല്ലാവരും വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. ശിവ ആദിയുടെ തോളിൽ ചാരിയിരുന്നാണ് എല്ലാം കേട്ടുകൊണ്ടിരുന്നത്. അന്നത്തെ ദിവസം മുഴുവനും എല്ലാവരും രവിയുടെ വീട്ടിലായിരുന്നു. ആകെ മൊത്തം കളിയും ചിരിയും ബഹളവുമായി അന്നത്തെ ദിവസം കഴിഞ്ഞുകൂടി. എൻ്റെ പെണ്ണെ, നീ ഇല്ലാതെ ഉറങ്ങാൻ പോലും കഴിയുന്നില്ലല്ലോ എനിക്ക്. നീ കൂടെയില്ലാത്ത ഒരു നിമിഷത്തെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ നീ എന്നിൽ വേരൂന്നി പോയല്ലോ. പാറൂസേ, ഐ മിസ് യു. ഐ റിയലി റിയലി മിസ് യു. ആദിയുടെ മനസ്സ് ശിവയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ടിരുന്നു. ചേ, അവൾ അവിടെ നിർത്താൻ സമ്മതിക്കണ്ടായിരുന്നു. പാറുവിനെ അവിടെ നിർത്തണമെന്ന് ആഗ്രഹം അവർ പറഞ്ഞപ്പോൾ രവി അങ്കിളുടെ ആന്റിയുടെ സന്തോഷം മാത്രമേ അപ്പോൾ ചിന്തിച്ചുള്ളൂ. ഇത്രയും നാൾ അവളെ കണ്ടുകൊണ്ട് ഇറങ്ങിയത്. ഇന്നത്തെ ഉറക്കം എന്തായാലും ഗോവിന്ദയാണ്. കട്ടിൽ തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് നേരം വിളിപ്പിക്കുവാണ് ആദി. രവിയുടെയും ശ്യാമയുടെയും ആഗ്രഹപ്രകാരം ശിവ എന്ന അവരുടെ കൂടെയാണ് നിന്ന്. ശിവയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അച്ഛൻ്റെയും അമ്മയുടെയും മതത്തിൽ കിടന്നിട്ട് പോലും നിദ്രാദേവി അവളെ തിരിഞ്ഞു നോക്കിയില്ല. ദേഷ്യത്തോടെ മാറ്റി നിർത്തിയാലും ആ മുഖം കണ്ടുകൊണ്ടാ ഇത്രയും നാൾ ഉറങ്ങിയത്. എന്നാലും അച്ഛനും അമ്മയും പറയുമ്പോഴേക്കും ചാടിക്കറി സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. പാവം, എൻ്റെ സന്തോഷം ഓർത്തിട്ടായിരിക്കും ആദ്യമായിട്ട് ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ഒന്ന് വിളിച്ചു നോക്കിയാലോ? അല്ലേ വേണ്ട, പാവം ഉറങ്ങിക്കോട്ടെ. ഇന്ന് രാവിലെ മുതലേ കഷ്ടപ്പെടുന്നല്ലേ, ഒത്തിരി ക്ഷീണം കാണും. ആദിയുടെ ചിന്തകളിൽ മുഴുകിയായിരുന്നു ശിവയുടെ മനസ്സ്. അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അല്ലേ വേണ്ട, ഉറങ്ങിക്കോട്ടെ, പാവം. ഇന്നലെയോ ഉറക്കം കുറവല്ലേ? ആദിയും ചിന്തിച്ചു. രണ്ടുപേരും എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. ശിവ മൂളിക്കൊണ്ട് കണ്ണെഴുതാൻ തുടങ്ങി. പീച്ചിൽ ത്രെഡ് വർക്ക് ചെയ്ത ചുരിദാറാണ് അവളുടെ വേഷം. മുടി കുളിപ്പിന്നൽ കെട്ടി ഫോണും എടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി. രാവിലെ തന്നെ ഉണർന്നു വരുന്ന മകളെ കണ്ടതും ശ്യാമയുടെ കിളികൾ പാട്ടും പാടി പുറത്തേക്ക് പറന്നുപോയി. എൻ്റെ ഭഗവാനെ, ഞാൻ എന്തേ കാണുന്നേ? എൻ്റെ മോള് തന്നെയാണോ ഇത്? ഒരുപാട് നാളായി ശ്യാമക്ക് ശിവയെ ട്രോളാൻ കിട്ടിയിട്ട്. അപ്പോൾ വന്ന ഈ അവസരം അവർ നന്നായിട്ട് തന്നെ ഉപയോഗിച്ചു. അല്ല, അമ്മയുടെ വാടകയ്ക്കെടുത്ത മോളെയാണ് കാണുന്നത്. ശിവയും വിട്ടുകൊടുത്തില്ല. എന്താണ് രാവിലെ തന്നെ അമ്മയും മോളും കൂടി? അവരുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന രവി ചോദിച്ചു. അല്ല രവിയേട്ടാ, ഒരിക്കലും കാണില്ലെന്ന് കരുതിയ പ്രതിഭാസമൊക്കെ അല്ലേ കാണുന്നത്? അതിന്റെ ഒരു അമ്പരപ്പാണ്. അച്ഛേ, അമ്മയോട് മിണ്ടായിരിക്കാൻ പറ.
ഓ, നമ്മളൊന്നും പറയുന്നില്ലേ, നിങ്ങൾ അച്ഛയും മോളും എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. അതും പറഞ്ഞ് ശ്യാമ കിച്ചണിലേക്ക് പോയി. ശിവ രവിയെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു. അയാൾ വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടി. ആദിയുടെ അടുത്തേക്ക് വേഗത്തിൽ പോകാൻ നിന്ന ശിവയെ ഭക്ഷണവും കഴിപ്പിച്ചാണ് രവിയും ശ്യാമയും പറഞ്ഞയച്ചത്. ശിവ എത്തുമ്പോഴേക്കും ആദി ഓഫീസിലേക്ക് പോയിരുന്നു. ശിവക്ക് ആദിയെ കാണാത്തതിൽ വല്ലാത്ത നിരാശ തോന്നി. അവൾ ഫോണിൽ ട്രൈ ചെയ്തെങ്കിലും അവനെ കിട്ടിയില്ല. ജോലികളെല്ലാം ഒതുക്കി വെച്ച് അവൾ റൂമിലേക്ക് ചെന്നു. തലേ ദിവസത്തെ തുണികളെല്ലാം സോഫയിൽ ചിതറി കിടക്കുന്നുണ്ടായിരുന്നു. ശിവ വേഗം അതെല്ലാം എടുത്ത് മടക്കി വെച്ച് ഷെൽഫിലേക്ക് വെച്ചു. ഷെൽഫ് അടക്കാൻ നോക്കുമ്പോഴാണ് അറിയാതെ അവളുടെ കൈത്തട്ടി ഒരു ഡയറി താഴേക്ക് വീണത്. ആദ്യ പേജ് തുറന്നിരുന്ന് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. മനോഹരമായ കൈപ്പടയിൽ എന്റെ സ്വന്തം എന്ന് എഴുതിയത് കണ്ടപ്പോൾ ഒരു നിമിഷം അവളുടെ ചങ്ക് പിടച്ചു. എന്തുകൊണ്ടോ അത് അടച്ചു വെക്കാൻ അവൾക്ക് തോന്നിയില്ല. ഒരു വിറയലോടെ അവൾ അടുത്ത പേജ് മറിച്ചിട്ടു. ആ പേജ് കണ്ടതും ശിവ ഒരു നിമിഷം തരിച്ചിരുന്നു. ഐ ലവ് യു പാറൂസ്. പാറൂസ്? ആ പേര് ഒരു വട്ടം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. ആദ്യം സിദ്ധു മാത്രമേ അവളെ അങ്ങനെ വിളിക്കാറുണ്ടായിരുന്നുവെന്ന് ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് എത്തി. ഒരുപാട് നാളുകളായി അവൾ അങ്ങനെയോ പേര് തനിക്കുള്ള കാര്യമേ ഓർക്കാറില്ലായിരുന്നു. പ്രണയവർണ്ണത്തിൽ ഭംഗിയായി എഴുതി വെച്ച ആ വരികളിലൂടെ ശിവ വിരലോടിച്ചു. എന്താണ് ഇതിന്റെ അർത്ഥം? ശിവ അവളോട് തന്നെ സ്വയം ചോദിച്ചു. പക്ഷെ എത്ര ആലോചിച്ചിട്ട് ഉത്തരം ലഭിക്കാത്തതുകൊണ്ട് തന്നെ അവൾ ആകാംക്ഷയോടെ അടുത്ത പേജ് മറിച്ചു നോക്കി. അതിലവളുടെ ചെറുപ്പകാലത്തിലൊരു ഫോട്ടോ ആയിരുന്നു. കാലം എത്ര കഴിഞ്ഞാലും എൻ്റെ ഓരോ അണുവിലും നിന്നോടുള്ള അടങ്ങാത്ത പ്രണയമാണ് പെണ്ണെ. ആ വരികൾ കണ്ടതും ശിവയുടെ കണ്ണുകൾ വിടർന്നു. അപ്പൊ ആദ്യം എന്നോട് പ്രണയമായിരുന്നു? അവൾ സ്വപ്നത്തിലകപ്പെട്ട പോലെ നിന്നു. അവൾ ധൃതിയോടെ അടുത്തടുത്ത പേജുകൾ മറിച്ചിടാൻ തുടങ്ങി. എല്ലാ പേജിലും അവളോടുള്ള പ്രണയത്തെ വാക്കുകളിൽ കൊത്തിവെച്ചിരിക്കുകയായിരുന്നു ആദി. അവന്റെ പ്രണയത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ പൊഴിഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുനീരിനാൽ പല പേജിലും മഷി പടർന്നുകൊണ്ടിരുന്നു. അവളുടെ വേർപാടിൽ അവൻ അനുഭവിച്ചു തീർത്ത വിഷമതകൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ നെഞ്ചകം വല്ലാതെ നീറി. ഐ ആം സോറി പാറൂസെ, ഐ ആം റിയലി സോറി. നീ എന്ന കാരാഗൃഹത്തിലെ തടവുകാരനാവാൻ കൊതിക്കുന്നവനാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ തന്നെ എൻ്റെ വാക്കുകളാൽ നിന്റെ ഹൃദയത്തെ ഒരുപാട് മുറിവേൽപ്പിച്ചു. അതോർക്കുമ്പോൾ ഇപ്പോൾ നിന്നേക്കാൾ നീറുന്നത് എൻ്റെ നെഞ്ചകമാണ്. ഒരു നിമിഷത്തെ മൂഢത്തരത്തിൽ എൻ്റെ നാവിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകൾ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചെന്നറിയാം. നീ എന്നോട് ഇനി ക്ഷമിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ മനഃപൂർവ്വം ആയിരുന്നില്ല പാറു. നിന്നോടുള്ള പ്രണയമാണ് എന്നെ സ്വാർത്ഥനാക്കിയത്. എൻ്റെ ജീവശ്വാസമാണ് നീ. നീയില്ലെങ്കിൽ ഈ ആദിയുമില്ല. ഓരോ നിമിഷവും ശിവാംഗിയിൽ അലിഞ്ഞു ചേരാൻ കൊതിക്കുന്നവനാണ് ഈ ആദിത്യമേനോൻ. എന്നോട് ക്ഷമിക്കില്ലടാ നീ. ആ എഴുത്തുകൾ അവരുടെ കോളേജ് ഡേയുടെ അന്നത്തെയാണെന്ന് ശിവക്ക് മനസ്സിലായി. അതിനുശേഷമുള്ള ഓരോ താളുകളിലും അവളോടുള്ള അവൻ്റെ ക്ഷമാപണമായിരുന്നു. താൻ വിഷമിച്ചതിനേക്കാൾ ഒത്തിരി ആ ദിവസങ്ങളിൽ ആദി വിഷമിച്ചിരുന്നുവെന്ന് ആ വരികളിലൂടെ അവൾക്ക് മനസ്സിലായി. താൻ കടന്നുപോയ വഴികളിലൂടെ അവനും കടന്നുപോയിരുന്നുവെന്ന അറിവ് അവളിൽ ഒരേ സമയം സങ്കടവും സന്തോഷവും നിറച്ചു. അവരുടെ കല്യാണ തലേന്നാണ് ഏറ്റവും ഒടുവിലായി അവൻ എഴുതിയത്. നാളെ നീ എന്നെ സ്വന്തമാവാൻ പോവുകയാണ്. വർഷങ്ങളായി ഞാൻ കാത്തിരുന്നതിനും. ആ നിമിഷം ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പോലും എനിക്കറിയില്ല. എനിക്കറിയാം പാറു, നിനക്കെന്നോട് ദേഷ്യമാണെന്ന്. പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട് പാറു, ഒരു ദിവസം എന്നോടുള്ള നിന്റെ ആ ദേഷ്യം മാറുമെന്ന്. ആ ദിവസം മാത്രമേ നിന്നോടുള്ള എൻ്റെ പ്രണയം ഞാൻ വെളിപ്പെടുത്തുകയുള്ളൂ. അന്ന് മാത്രം. എല്ലാം കണ്ടു കഴിയുമ്പോഴേക്കും ശിവയാകെ തളർന്നിരുന്നു. ആദ്യേട്ടൻ, എൻ്റെ ഭഗവാനെ, എന്നെ ഇത്രയധികം സ്നേഹിച്ചിരുന്ന ആ മനുഷ്യനെ ഞാൻ എത്രമാത്രം വിഷമിപ്പിച്ചു. ഒരിക്കൽ പോലും ആദ്യേട്ടന് പറയാനുള്ള എന്താണെന്ന് കേൾക്കാൻ ഞാൻ മനസ്സ് കാണിച്ചിരുന്നില്ല. എൻ്റെ ഓരോ അവഗണനയിലും ആ പാവ എന്തുമാത്രം വിഷമിച്ചാണ്. ഞാൻ ഒരുപാട് ആദ്യേട്ടനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും അതൊന്നും കാര്യമാക്കാതെ എൻ്റെ പുറകെ വീണ്ടും വീണ്ടും വന്നു. ഇത്രയൊക്കെ സ്നേഹിക്കപ്പെടാൻ ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.